ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ആണ്, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. പറയാൻ മറന്നുപോയി. അപ്പം എന്താ പറയുന്നത്, ഒട്ടും നല്ലൊരു ദിവസമല്ല നമുക്ക്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് മീനുട്ടിയും കൊണ്ട്. മീനുട്ടി അഡ്മിറ്റ് ചെയ്യുവാണിന്ന്. ഹോസ്പിറ്റലിൽ ചുമയൊക്കെ കൂടിയിട്ട് ആളിന് വയ്യ. അപ്പോൾ രാവിലെ കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പം സഞ്ജീവിന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോകും. ആളിപ്പം കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട്. രാത്രിയിലൊക്കെ കരച്ചിലായിരുന്നു. ചുമച്ച് ആളിന് വയ്യ. ഇപ്പം വേദന, നെഞ്ചൊക്കെ തടവി ഇങ്ങനെ ഇരിക്കുമായിരുന്നു വേദന എടുത്തിട്ട്. നമ്മളിപ്പം അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ചെന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇനി എക്സ്റേ എടുക്കണം, എന്തോ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എടുക്കണം. പിന്നെ ഞാനും അച്ഛനും കൂടിയാണ് പോയി എന്താ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് മിന്നുവേട്ടൻ വരാമെന്ന് പറഞ്ഞു. മിന്നുവേട്ടനൊരു വർക്കിൻ്റെ കാര്യത്തിനായിട്ട് അതിൻ്റെ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം അങ്ങനെ നോയ്സ് ഉണ്ട്. ഞാൻ പുറത്ത് നിന്നിട്ടാണ് എടുക്കുന്നത്. അകത്ത് രാവിലെ ചേച്ചി എല്ലാവരും അടുക്കളയിൽ നമുക്കും പോകണം. അപ്പോൾ മോനെയും സ്കൂളിൽ വിടണം. അപ്പോൾ ചേച്ചി എല്ലാവരും അടുക്കളയിൽ ഇതിൻ്റെ കുക്കിങ് കാര്യങ്ങൾ ആകെ സൗണ്ടും ബഹളമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഇൻട്രോ എടുത്ത് വെച്ചേക്കാവുന്ന. ചിലപ്പോൾ കുഞ്ഞുണർന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നടക്കത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഹോസ്പിറ്റലിലോട്ട് ചെന്നിന് ക്യാനുലൊക്കെ ഇടുമ്പോൾ എനിക്കതൊന്നും ആലോചിക്കാൻ വയ്യ. എത്രത്തോളം കൊച്ചു കുഞ്ഞല്ലേ, നമുക്ക് എത്രത്തോളം അവിടെ വെയിൻ കിട്ടുമോ കാര്യമോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം പിന്നെ അത് തന്നെ നമുക്ക് നെബുലൈസ് ചെയ്യാനായിട്ട് ഇതിനുമായിട്ട് വന്നേ നെബുലൈസ് ചെയ്യാനായിട്ട് മെഡിസിൻ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കൊടുത്തിട്ട് തന്നെ പുള്ളിക്കാരി നെബുലൈസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അമ്മ, അച്ഛൻ, ചേച്ചി എല്ലാവരും മാറി എടുത്ത മരുന്ന് കൊടുക്കുന്നത്, ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്തോ ആവുന്ന ഒരു ഐഡിയ ഇല്ല. നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എന്താണ് കാര്യം? പോവാ ബാ ഓയ് റെഡി ആയിട്ടുണ്ട്. പുത്രി വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ കയറി വണ്ടിയിലോട്ട് സാധനം എല്ലാം എടുത്ത് വെച്ചു. നമ്മൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. എന്താ പറ്റി? ടാറ്റ പറ വിപ്പയ്ക്ക്. ടാറ്റ പറ. ഓക്കെ ടാറ്റ ബാബാ. എന്താ കേറ്? പിന്നെ വരും. ബൈ 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 ബൈ. ഇപ്പം വന്നില്ലയോ? വരും കേട്ടോ. നമ്മളങ്ങനെ നേരെ ഹോസ്പിറ്റലിലെത്തി വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ. അവിടുന്ന് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നേരെ വന്നിട്ട് കാഷ്വാലിറ്റി വന്ന് അഡ്മിറ്റ് ആയാൽ മതിയെന്ന്. അഡ്മിഷൻ എഴുതി തന്നാൽ വിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കാഷ്വാലിറ്റി കാണിച്ചു അഡ്മിറ്റ് ആവാനായിട്ട്. പിന്നെ അവിടുന്ന് കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറിനെ കാണിച്ചു. അവർ എക്സ്റേക്ക് എഴുതി തന്നു. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. എക്സ്റേ ഒക്കെ എടുക്കാനൊന്നും സമ്മതിച്ചൊന്നുമില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പിടിച്ച് നിർത്തിയെടുത്തു. എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങ് കരച്ചിലും ബഹളമൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് നേരെ നമുക്ക് വാർഡേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. റൂം വൈകുന്നേരം ആവും, എല്ലാം ഫില്ലായിരുന്നു. അപ്പം എല്ലാം കിട്ടണമെങ്കിൽ വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞു. അപ്പം നേരെ നമ്മൾ വാർഡിലോട്ട് പോയി. പിന്നെ വാർഡിൽ ചെന്നിട്ടായിരുന്നു അവർ ക്യാനുലയൊക്കെ ഇട്ടത്. ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ക്യാനുലയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റ് കുഞ്ഞൊത്തിരി കരഞ്ഞു. വാവ് കുറ്റിയോ?
പോട്ടെ 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 ആരെ കാണണം പോട്ടോ. ബിരിയാണി ഇന്നെന്ന് പറ കുഞ്ഞ്, ബിരിയാണി ഇന്നെന്ന് പറ. വാ പറ വാ. മിനുവേട്ടൻ വന്ന ശേഷം പിന്നെ മിനുവേൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല. അച്ഛൻ്റെ തോളയിൽ ഇങ്ങനെ ഒരു ബേബി ഡോളിനെയും വെച്ചിട്ട് രണ്ടുപേരും അച്ഛനും ഒരേപോലെ കൊണ്ട് നടക്കണം. പിന്നെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ വരാന്തയിലുമൊക്കെ നടന്ന് അച്ഛൻ്റെ അടുത്തൊന്നും മാറത്തില്ല. കരച്ചിലും വിരിച്ചിലും ബഹളവും, പിന്നെ ഭയങ്കര ചൂടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ട് നടപ്പായിരുന്നു പരിപാടി. പിന്നെ നമ്മൾ ക്യാനിൽ ഇട്ട് പിന്നെ ബ്ലഡ് അന്നേരം കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ബ്ലഡ് ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മളെ വന്ന് വിളിച്ചു. അപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. അത് ആ റൂമിൻ്റെ അവിടെ, ആ റൂമിലാണ് ക്യാനിൽ ഇട്ടത്. ആ റൂമിൻ്റെ അവിടെ എത്തിയപ്പോഴേ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, പേടിച്ചിട്ട്. ഒന്നാമത് സിസ്റ്റർമാരെ കാണുമ്പോഴേ കരച്ചിലാണ്. റൂമിൽ വരുന്നിടം വരെ കരച്ചിലായിരുന്നു. ആ വാർഡിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ. നമുക്കൊരു നൈറ്റ് 9:30 ആയി റൂം കിട്ടിയപ്പം അതുവരെ പുള്ളിക്കാരി കരച്ചിലായിരുന്നു. റൂമിൽ വന്ന ശേഷം പിന്നെ പുള്ളിക്കാരി ഓക്കെ ആയി. കാരണം ഇപ്പുറത്ത് വാർഡിലാകുമ്പോൾ സിസ്റ്റർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവിടെ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. പുള്ളിക്കാരുടെ വിചാരം ഇനി കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ വരുവാണോ, വീണ്ടും സൂചി കുത്തുവോ, കുത്തല്ലേ അടിക്കല്ലേ, മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിൻ്റെ കരച്ചിലും കാര്യമൊക്കെ. അപ്പം അച്ഛനുമായിട്ട് ഇങ്ങനെ നടപ്പും കരച്ചിലും സങ്കടം പറച്ചിലും ഒക്കെയാണ് പരിപാടി. മിനുട്ടി ഇങ്ങോട്ട് നോക്കി വന്നു മിനുട്ടി. ആനോ സിസ്റ്റർമാരെന്തോ ചെയ്തു മോനെ, ആൻറ്റിമാർ മോനെ? എന്തോ ചെയ്ത മോനെ? അടിച്ചോ? അടിച്ചോ? സൂചി വെച്ചോ കയ്യിൽ? അടിച്ചോ പോട്ടെ. മങ്കിയോ? മങ്കി ഞങ്ങളുടെ കൂട്ടുകാരൻ മങ്കി. ശരിയൊക്കെ വരുന്നു. അയ്യോ ഊരരുത്. നോ ചേച്ചിമാർ ഊരിയോ അത് മോനെ? കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അവർ ഊരി. അതുകൊണ്ടാ കുഞ്ഞു വരാൻ നോക്കുന്നില്ലേ? കുഞ്ഞിന്റെ ബേബിയെ കാണിച്ചോ? ഹലോ ഗൈസിനെ കാണിച്ചോ ബേബിയെ? എന്താ ബേബി ഉണ്ട്? അമ്പോ ബേബി കാണീരേ? കാല് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അയ്യോ ഹലോ ഗൈസ് പറഞ്ഞേ. വേണ്ട അതെന്താ? ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. എങ്ങനെ? ഹലോ ഗൈസ്.
മിനുട്ടി, വാട്ട് ഈസ് യുവർ നെയിം? ആരു ആരു ബേബിയാണോ? ആരോഹി എന്തോ? ഹരികൃഷ്ണ. മരുന്നൊക്കെ കയറി ഒരു ഇത്തിരി ആവതായപ്പോഴത്തേക്ക് ഇതായിരുന്നു പരിപാടി. പിന്നെ അവിടെ ഇവിടെയും വലിഞ്ഞേറ്റവും അപ്പുറത്തെ ബെഡിലും ഇപ്പുറത്തെ ബെഡിലും എല്ലാം കയറലും ആകെ ബഹളമായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു നിമിഷം ഒരു നിമിഷം ഇങ്ങനെ അടങ്ങിയിരിക്കാനേ വയ്യ. ആ ക്യാനുലേറ്റുകൊണ്ട് ആ കൈ കൊണ്ട് എന്തൊക്കെയാണോ കാണിക്കുന്നത് ഉള്ള പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടേ ഇരിക്കലായിരുന്നു പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. ഇന്നലത്തെ അലാറം എന്തുവാ? നമ്മുടെ ഈ ബെഡിൽ കിടന്നവർ റൂമിലോട്ട് മാറി. നമ്മുടെ റൂമിൽ ആയില്ല, അതുകൊണ്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. എന്താ അനിയ? അനിയ നമ്മൾ നേരെ പിന്നെ റൂമിലേക്ക് പോയി. നമ്മുടെ റൂം 4th ഫ്ലോറിലായിരുന്നു. അവിടെ ചെന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് മീനുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് നമ്മളെല്ലാം കിടക്കാണ്ടൊക്കെ എല്ലാം റെഡിയായി. പിന്നെ മീനുട്ടിക്ക് മരുന്ന് പിന്നെ ഒരു 10:30-11 മണി വരെ ഇങ്ങനെ മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൊടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ ഹോസ്പിറ്റൽ ഡേ 2 ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.